എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC T20 ലോകകപ്പിലെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ജൂൺ 26 ബുധനാഴ്ച ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. അഡ്ലെയ്ഡ് ഓവലിൽ നടന്ന 2022 T20 ലോകകപ്പിന്റെ രണ്ടാം സെമിഫൈനലിന്റെ ആവർത്തനമായിരിക്കും ഈ മത്സരം. 2 വർഷം മുമ്പ് ജോസ് ബട്ട്ലറുടെ നേതൃത്വത്തിലുള്ള ഇംഗ്ലണ്ട് തങ്ങളുടെ രണ്ടാം T20 ലോകകപ്പ് കിരീടത്തിലേക്കുള്ള വഴിയിൽ ഇന്ത്യയെ 10 വിക്കറ്റിന് തകർത്തിരുന്നു. ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ച ആ തോൽവിക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാത്തവരാണ് ഇന്ത്യ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ, അയർലൻഡ്, പാകിസ്ഥാൻ, USA എന്നിവരെ പരാജയപ്പെടുത്തിയിരുന്നു. കാനഡയ്ക്കെതിരായ ഇന്ത്യയുടെ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. സൂപ്പർ 8 ഘട്ടത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ എന്നിവർക്കെതിരെ മികച്ച വിജയം നേടിയാണ് സെമിയിൽ സ്ഥാനം ഉറപ്പിച്ചത്. എന്നാൽ മറുവശത്ത് ഇംഗ്ലണ്ടിന് ഈ ലോകകപ്പിൽ അത്ര സുഖമല്ലായിരുന്നു. ആദ്യ സ്കോട്ട്ലൻഡിനെതിരെ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. പിന്നീട് ഓസ്ട്രേലിയക്കെതിരായ തോൽവി അവരെ ബുദ്ധിമുട്ടിച്ചു. എങ്കിലും ഒമാനും നമീബിയയും തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സൂപ്പർ 8-ൽ എത്തി. സൂപ്പർ 8 ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചെങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരം അവർ തോൽവി ഏറ്റുവാങ്ങി. അവരുടെ അവസാന സൂപ്പർ 8 മത്സരത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തിയാണ് സെമിഫൈനലിൽ സ്ഥാനം നേടിയെടുത്തത്. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ മത്സരത്തിലേക്ക് വരുമ്പോൾ ടീമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. മധ്യനിരയിലെ താരമായ ശിവം ദുബെയ്ക്ക് പകരം സഞ്ജു സാംസണെ ഇറക്കും. ഇതുവരെ അവസരം കിട്ടാത്ത സഞ്ജുവിനെ ഇംഗ്ലണ്ടിനെതിരെ കളിപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. ഇനി നമുക്ക് ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ഋഷഭ് പന്ത് ഇറങ്ങും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 5-ാമനായി മലയാളി താരം സഞ്ജു സാംസൺ എത്തും. 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും 7-ാം നമ്പറിൽ രവീന്ദ്ര ജഡേജയും എത്തും. ഇനി ബൗളിംഗ് നിരയിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്പിന്നിൽ ജഡേജ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ എന്നിവരും പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരും ഉണ്ടാകും. തിളക്കമാർന്ന ബൗളിംഗാണ് ഇന്ത്യയുടേത്. ഈ ടൂർണമെന്റിൽ 15 വിക്കറ്റുകളുമായി ഇടംകൈയ്യൻ പേസർ ഹർഷദീപ് സിംഗ് ടീമിന്റെ മുൻനിര വിക്കറ്റ് വേട്ടക്കാരനാണ്. സീനിയർ ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറ 11 വിക്കറ്റ് വീഴ്ത്തി. ഈ ടൂർണമെന്റിൽ 8 വിക്കറ്റ് വീഴ്ത്തിയ ഹാർദിക് പാണ്ഡ്യ ഹർഷദീപിനും ബുംറയ്ക്കും മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഇന്ത്യ ഇപ്പോൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലും ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ഈ വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.